ഞാൻ എൻ്റെ ഹോം ടൂറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഓക്കെ, വീഡിയോ സെറ്റാക്കാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ വീടിൻ്റെ വെളിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മുട്ടയുടെ കട. ഇത് ഇവിടുത്തെ ആൾ മുട്ട അടിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുട്ട എന്നാണ് വിളിക്കുക. ഇവിടെ എല്ലാവരും ഫേമസ് ആണ്. ഇവിടെ ഗ്രീമറിൽ താമസിക്കുന്ന എല്ലാവരും അയാളെ മുട്ട എന്ന് തന്നെ വിളിക്കുന്നത്. അയാളുടെ കടയിൽ എല്ലാം കിട്ടും. നമ്മുടെ പെട്ടിക്കട പോലെ എല്ലാ സാധനവും കിട്ടും. ഓക്കെ, പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ? അയാൾ ഇവിടെ തന്നെ ആയിട്ട് താമസിക്കണേ, വീടിനകത്ത്. മീൻസ് കടയുടെ ബാക്കിലാണ് അയാളുടെ വീട്. പിന്നെ ഇത് കണ്ടോ? ഇത് ATM മെഷീനാണ്. ഇത് പൈസ ഇട്ട ATM വരണമല്ല, പൈസ ഇട്ട വെള്ളം വരണ മെഷീൻ. കണ്ടോ? ഇത് വലിയ ക്യാനൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തണുത്ത ബോട്ടിൽ വാട്ടർ കിട്ടും. വെക്കും. ഇതിലിവിടെ 1 പൈസ തൊട്ടിട്ട് നിറയ്ക്കേണ്ടത്, ഇവിടെ 5 പൈസ തൊട്ടിട്ട് നിറയ്ക്കും. ടൈമർ ഇവിടെ കാണിക്കും, എത്രയോ മിനിറ്റ് വരെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ്. വേറൊരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. ഇത് കണ്ടോ? ഇവിടുത്തെ വീടുകളൊക്കെ ഈ അഗ്രഹാരം പോലെ ഒട്ടി നിൽക്കൂലേ, ആ സെറ്റപ്പാണ്. ഇതാണ് എൻ്റെ, അപ്പുറത്താണ് എൻ്റെ വീട്. ഇത് ഭംഗിയില്ലേ? ഇതാണ് എൻ്റെ വീട്. എൻ്റെ ചെടികൾ കണ്ടോ? കുറച്ച് വാടിപ്പോയി. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷെ അത് വാടി ചിലതൊക്കെ. ഇത് നാട്ടിൽ കൊണ്ടുവന്നാ. ഇതെൻ്റെ വീട്. ഇതൊന്നും ഞങ്ങളുടെ സാധനമല്ല. ഇതൊക്കെ ഇനി ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെയാണ്. ആൻഡ് വീട് മൊത്തം അലങ്കോലാണ്. ഇത് ഹാള്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കൂളറാണ്, എടുത്തിട്ട് പോയിട്ടില്ല. ഇതൊക്കെ അവരുടെ സാധനമാണ്. അതിൻ്റെ പൊക്കത്തുള്ളത് ഞങ്ങളുടെ. ഇതാണ് ഞങ്ങൾ ലോണ്ടറിക്ക് ഇരുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇരുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ ഷൂറാക്കി ഇരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഞങ്ങൾ വിറ്റു. ഇത് കണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സ്നെല്ലൻ ചാർട്ട് മിറർ. ചിലപ്പോൾ ഇതും വിറ്റു പോയിന്ന്. പിന്നെ ഒരു ലുക്കിന് വേണ്ടി വെച്ചിരിക്കുക സ്റ്റെത്ത്. അത് വർക്കാവൂല, അതിനെന്തോ പറ്റി. ഓക്കെ, ഇവിടെ മൊത്തം ലീക്കൊക്കെ കാരണം ഇങ്ങനെ ഒന്നും മൈൻഡ് ആക്കരുത്. നമ്മൾ നേരെ ഷിറ്റ്. കിച്ചണിൽ തുണി തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നാട് പോലെ തന്നെ കേട്ടോ, പൊക്കത്ത് ഷീറ്റ് പോലെ. ഇതാകുമ്പം ഹീറ്റ് അബ്സോർബ് ആവാതിരിക്കാനുള്ള സാധനമായത്. ഓക്കെ, കിച്ചൺ. ഇവിടെയൊക്കെ ഷെൽഫ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയോണ്ട്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെയാണ്, വരാൻ പോണ പുള്ളിക്കാരൻ്റെ. പക്ഷെ അതൊക്കെ പോയോണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് വൃത്തികെട്ട രീതി ഇരിക്കണേ. ഒതുങ്ങി. ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയ, തുണി തൂക്കിയിടാൻ അഴ. നല്ല രസാട്ടോ, നല്ല സ്പേസ് ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഷെൽഫ് പോയോണ്ടാ. ഇവിടെ നമുക്ക് ലോണ്ട്രി ഏരിയ. ഇത് ഞങ്ങളുടെ ഹീറ്റർ. ഇത് ഹീറ്റർ. ഇവിടെ ഞങ്ങൾ ഇത് ഇവിടെ കുത്തിവെക്കും. അടുത്ത ചൂടായിക്കോളും വെള്ളം. അല്ലാണ്ട് ഹീറ്റർ ഇല്ല. ഇത് വാഷ്റൂം. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ മതി. ഇത് വാഷ്റൂം നമ്മുടെ സാധാ പോലെ, എല്ലാം ഒരുപോലെ. ഇനി നമുക്ക് പൊക്കത്ത് റൂമിലേക്ക് പോവാം. ഈ സ്റ്റേഴ്സൊക്കെ പണ്ട് കുറേ പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ അവർ ഞങ്ങൾ പറഞ്ഞ് വൃത്തിയാക്കിയൊക്കെ തന്നതാണ്, വേറെ സാധനമൊക്കെ ഇട്ടിട്ട്. ഇതൊരു റൂം. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ സാധനങ്ങളാട്ടോ. ഷിഫ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചേക്കുക. പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ, നമ്മുടെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ അല്ല, ആ കടക്കാരുടെ മുട്ടയുടെ വീടാണിത്. ആൻഡ് അവിടെയാണ് നമ്മുടെ എനി ടൈം വാട്ടർ അവൈലബിൾ സർവീസ്. ഇത് കണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പോകാനുള്ള പാക്കിങ്ങിൻ്റെ പെട്ടികളൊക്കെയാണ്. അത് നോക്കണ്ട. സത്യം എനിക്ക് സങ്കടമുണ്ട്. വൃത്തി ഉണ്ടായിരുന്ന സമയത്ത് കാണിച്ചു തരാൻ, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പിന്നെ ഞങ്ങളുടെ ആൾക്കാർ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ പൊന്നാരി AC. ഇത് ഞങ്ങൾ വിറ്റു, എല്ലാം വിറ്റു. ഫാൻ മാത്രം ഇനി വിൽക്കണം. എൻ്റെ ബെഡൊക്കെ ഞാൻ വിറ്റു. അപ്പോൾ ഞാനിപ്പോൾ തറയാട്ടോ. ഓക്കെ, ഇതൊരു ഷെൽഫ് കണ്ടോ? ഞങ്ങളുടെ വരാനുള്ള പെട്ടികളാണ് ഇതൊക്കെ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ
ഹോം ടൂർ ഇൻ ഫിലിപ്പീൻസ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദിവസത്തിനകം ഞങ്ങൾ നാട്ടിലെത്തുന്നതായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും. ഈ വീട്ടിൽ ഓൾമോസ്റ്റ് 2.5 years ആയിട്ടുണ്ടാവും തോന്നണു ഇവിടെ വന്നിട്ട്. അതെ, ഈ വീട്ടിൽ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് വേറെ സ്ഥലത്തായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. ആൻഡ് ഈ വീട് എടുത്തത് തന്നെ വലിയ കിച്ചൺ ഇല്ലേ, അത് കണ്ടിട്ടാണ്. ബിക്കോസ് ഇവിടെ ഈ വീട്ടിൽ മാത്രമേ ഞാൻ അത്ര വലിയ കിച്ചൺ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കുഞ്ഞി മിനി കിച്ചൺ ആയിരിക്കും. അത് നമുക്ക് എനിക്കത് ഇഷ്ടമല്ല ഇവിടുത്തെ. അത് കണ്ടിട്ടാണ് ഞങ്ങൾ വീട് ഇവിടുത്തെ ഓക്കെ പറഞ്ഞു ഈ വീടിന്. ആൻഡ് കുറേ മെമ്മറീസ് ഉണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഈ വീട്ടിലേക്കൊന്നും നമുക്കിനി വരാൻ പറ്റൂല. ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ സാരില്ല, നമുക്ക് നാട്ടിൽ പോയാലേ പറ്റൂ. പിന്നെ വേറെ വഴിയില്ല, ഓരോ ഫേസ് ആണല്ലോ എന്നൊക്കെ വിചാരിക്കാം. വിഷമില്ലേ? ചെറിയ വിഷമുണ്ട്, വീട് മിസ് ചെയ്യണല്ലേ. ഏത് നാട്ടിലത്തെ വീടോ? അല്ല, ഇവിടത്തെ വീട് മിസ് ചെയ്യണേ. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ ഇപ്പൊ അലങ്കോലായി കിടക്കുകയാണ്. ഇത് കാണുന്ന ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ ഒന്നും ചീത്ത പറയരുത്. ബിക്കോസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പാക്ക് ചെയ്യണേന്റെ ഇതായോണ്ടാണ് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നത്. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, തീർന്നു. പിന്നെ അത്രേ ഉള്ളൂ. ബൈ. ഹോം ടൂർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവള് നാട്ടിൽ പോകും, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോവുള്ളൂ. പിന്നെയും വീഡിയോസ് വരുന്നതായിരിക്കും, ആർക്കറിയാം, നോക്കാം. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.